കഥാവേദിയിൽ അവസാന സെഷൻ കോരപ്പാപ്പന സ്തുതി ആദ്യ വായന. പങ്കെടുക്കുന്നത് ടി ഡി രാമകൃഷ്ണൻ, ബിനീഷ് പുതുപ്പണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വായനാ ജീവിതത്തെ ആനന്ദിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും അതിലേറെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്ന ഒരു നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. 15 വർഷമായി ഇറങ്ങിയിട്ട്, പക്ഷെ ഇന്നും ആ നോവൽ വായിച്ചതിന്റെ നടുക്കം വ്യക്തിപരമായി എനിക്കും മാറിയിട്ടില്ല, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും മാറിയിട്ടുണ്ടാകില്ല. ഇനി കുന്നംകുളത്ത് നിന്ന് ആരംഭിച്ച് കൊച്ചിയിലും പെറുവിലും ജപ്പാനിലും അമേരിക്കയിലും ന്യൂയോർക്കിലും അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത്, ഏഷ്യയിലും അമേരിക്കയും അങ്ങനെ യൂറോപ്പും ഇതെല്ലാം ചേരുന്ന അനേകം ഭൂഖണ്ഡങ്ങൾ, ഇങ്ങനെ ചെറിയ ദേശം മുതൽ ഭൂഖണ്ഡം വരെ വളർന്നുപോയ ഒരു കഥയുടെ ചരിത്രം, വംശ ചരിത്രമായും ഹിംസയുടെ രാഷ്ട്രീയമായും അതുപോലെ അസ്തിത്വം തേടിയുള്ള യാത്രയായുമെല്ലാം ഇത് വായനാ ലോകത്ത് സജീവമായി. അതിലപ്പുറത്ത് നിരവധിയായ വായനകൾ, ഗണിതത്തെ സംബന്ധിക്കുന്ന വായനകൾ, അങ്ങനെ നിരവധിയായ വായനകൾ ഇതിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. പക്ഷെ 15 വർഷമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ടിഡിയോട്, ഇതിന്റെ രണ്ടാം ഭാഗം എന്നാണ്. അങ്ങനെ അനേക വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷം ഒരു വർഷം മുമ്പ് ടിഡി അതിന്റെ പേര് പ്രഖ്യാപിച്ചു. കോരപ്പാപ്പന് സ്തുതി എന്നായിരുന്നു അതിന്റെ പേര്. ആ പേര് പ്രഖ്യാപിച്ച ശേഷവും നമ്മൾ നിരന്തരം ചോദിച്ചു, ഇതെന്ന് പുറത്തു വരും. ഓരോ സമയവും ടിഡി പറയാറുള്ളത് ഇത് വരും. അന്ന് മുതലുള്ള നമ്മുടെ കാത്തിരിപ്പാണ് കോരപ്പാപ്പൻ എന്ന് വരും എന്നുള്ളത്. ഇതാ ഇന്ന് ഈ വേദിയിൽ കോരപ്പാപ്പനായി ടിഡി അവതരിച്ചിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. തീർച്ചയായും അദ്ദേഹത്തിന് പലതും നമ്മളോട് പറയേണ്ടി വരും. അതിനിടയിൽ രസകരമായ ഒരു കാര്യം കൂടി ടിഡിയോട് ഞാൻ പറയാണ്. എൻ്റെ ഒരു സുഹൃത്ത് 2-3 വർഷം മുമ്പ് ഇതേ വേദിയിൽ വെച്ച് ടിഡിയെ കാണാനായി വന്നു. ടിഡി ഇതുവരെ കണ്ടിട്ടില്ല, ചിത്രങ്ങളിൽ എവിടെയോ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. അത് വായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി തരാൻ ടിഡി, ഒരു ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കേണ്ട, പേടിയാണ്. അപ്പൊ ഇവിടെ വന്നു. ടിഡിയുടെ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ ചോദിച്ചത്, ഈ മനുഷ്യനാണോ ഇത്രയും കാര്യങ്ങൾ എഴുതിയത് എന്നാണ്? ഇത്രയും നിഷ്കളങ്കയായ ഒരു മനുഷ്യനാണോ? അത് ഹിംസയുടെ ഇത്രയും വലിയ രാഷ്ട്രീയം, ആളുകളെ കൊല്ലുന്നു, മനുഷ്യ മാംസം ഭക്ഷിക്കുന്നു, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, ഇറാഖിൽ അങ്ങനെ അമേരിക്കയുടെ യുദ്ധത്തിൽ അങ്ങനെയൊരു ഹിംസ എഴുതുന്നു, ഇങ്ങനെ ഒരു ക്രൂരതയുടെ ചരിത്രവും മനുഷ്യവംശത്തിന്റെ ചരിത്രമൊക്കെ ഇത്രയും ശക്തനായി എഴുതിയ ഒരാളാണോ ഇത് എന്ന് ആളുകൾ സംശയിച്ച ഒരു കാലം കൂടി നമുക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഇടത്തു നിന്നാണ് നമ്മൾ കാത്തിരുന്ന രണ്ടാം ഭാഗം കോരപ്പാപ്പൻ. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എനിക്ക് തോന്നുന്നത് ആദ്യ ഈ ഫ്രാൻസിസ് ഇട്ടിക്കോര വായിച്ച സമയത്തും ഏതൊരു ചെറിയ എഴുത്തിന് പോലും ധാരാളം നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും യാത്രകളും ഗവേഷണങ്ങളും ആവശ്യമാണ്. അത് ഇട്ടിക്കോര വായിച്ച സമയത്ത് നമുക്ക് തോന്നി ഒരുപാട് യാത്രകൾ ഇതിനു വേണ്ടിയിട്ടുണ്ടാകാം, അത് നിരീക്ഷണങ്ങൾ ഉണ്ടാകാം, ഗവേഷണങ്ങൾ ഉണ്ടാകാം. തീർച്ചയായും ഈ രണ്ടാം ഭാഗം എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒരു എഴുത്തനുഭവ ലോകം, കാരണം 15 വർഷമായി അതിന്റെ പിന്നാലെയാണ്. കഴിഞ്ഞ 3 വർഷമായി അറിഞ്ഞിടത്തോളം, അല്ലെ 3 വർഷമല്ലേ, 3 വർഷമായി അത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു 3 വർഷത്തിന്റെ അടയിരിപ്പ്, ആ നോവലിന് വേണ്ടിയുള്ള ഉരുകൽ, അത് എന്തൊക്കെയായിരുന്നു എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിൽ നിന്ന് ആരംഭിക്കാമെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇട്ടിക്കോരയുടെ രണ്ടാം ഭാഗം കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എഴുതി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി. എൻ്റെ എഴുത്ത് പൊതുവെ കുറച്ച് പതുക്കെയാണ്. എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട കാലമെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മിക്കവാറും ഒരു നോവൽ കഴിഞ്ഞ് അടുത്ത നോവലിലേക്ക് 5 വർഷത്തോളം 6 വർഷമൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. വളരെ വൈകി എഴുതി തുടങ്ങിയ ആളുമാണ്. എൻ്റെ ആദ്യത്തെ പുസ്തകം 2003 ആൽഫ വരുന്നത്. അത് കഴിഞ്ഞ് 2009 ഇട്ടിക്കോര, 2014 സുഗന്ധി, 2019 മാമ ആഫ്രിക്ക, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിനിടയ്ക്ക് കുറച്ച് വേഗത്തിൽ വന്നൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ അന്തർബദിരർ മൂകർ എന്നുള്ള പുസ്തകം മാത്രമേ ഇടയ്ക്ക് വന്നിട്ടുണ്ടാവും. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വന്നൊരു കൃതിയാണ്. എഴുതുന്നതിനേക്കാൾ വളരെ കൂടുതൽ സമയം എഴുതാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, ചിന്തകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്.
ഇട്ടിക്കോരയുടെ എഴുത്തൊട്ടും എളുപ്പമായിരുന്നില്ല. ഇട്ടിക്കോര വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ കൂടി കടന്നു പോകുമ്പോൾ അത് അത്ര എളുപ്പമുള്ളൊരു വിഷയമല്ല. ഇട്ടിക്കോര എഴുതുന്ന സമയത്തും മനസ്സിൽ ഉണ്ടായിരുന്ന വലിയ ചില ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഞാൻ ആൽഫ എന്നുള്ള നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ആണ് ഇട്ടിക്കോരയിലേക്ക് വരുന്നത്. ആൽഫ എഴുതുമ്പോൾ സാഹിത്യത്തെ കുറിച്ച്, നോവലിനെ കുറിച്ചൊന്നും അത്ര കൃത്യമായ ഒരു ധാരണയൊന്നും എനിക്കില്ല. ഞാൻ അതിനു മുമ്പ് ഒരു കഥയോ കവിതയോ ലേഖനമോ ഒന്നും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഈ ആദ്യമായിട്ട് ആൽഫയായിട്ടാണ് വരുന്നത്. അപ്പം ആൽഫ എൻ്റെ അതുവരെയുള്ള ചില വായനകളുടെയും ഒക്കെ രീതി അനുസരിച്ച് മറ്റു ചില സാഹചര്യങ്ങൾ സംഭവിച്ചു പോയ കൃതിയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ ആൽഫ വായനക്കാരിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ചൊരു കാര്യം, ഞാൻ മനസ്സിൽ പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അല്ല വായനക്കാരിലേക്ക് എത്തിയത്. ആൽഫ ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് എഴുതിയത് അന്നത്തെ എൻ്റെ എഴുത്തിനെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ അനുസരിച്ച്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാതിരിക്കുകയും മറ്റൊരു കാര്യം പറയുകയും അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ധ്വനിപ്പിക്കുകയും വായനക്കാർ അതിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നുള്ളൊരു കണക്കാണ്. പിന്നെ അതിലേക്ക് നയിച്ച ഘടകങ്ങൾ അതുവരെയുള്ള എൻ്റെ വായനയൊക്കെ തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ആൽഫ ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് ആളുകൾ വായിച്ചു. ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റായിട്ടല്ല വായിക്കും. അപ്പം അതിൽ നിന്ന് എനിക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായി. പറഞ്ഞാൽ എഴുത്തിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ, നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപത്തിന് വരുന്ന മാറ്റം, മലയാളത്തിലെ നോവൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അതിൻ്റെ വായനക്കാരും ഈ നോവലിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്ന രീതി എന്താണ്, ലോക സാഹിത്യത്തിൽ നോവലിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് അന്വേഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നു. അപ്പോൾ 3 കാര്യത്തിൽ, ഭാഷയിൽ, നറേഷനിൽ, സബ്ജക്റ്റിൽ ഒക്കെ വൈവിധ്യം കൊണ്ടുവരികയും പുസ്തകം വായിക്കാൻ തുടങ്ങുന്ന ആളെ അതിലേക്ക് പരമാവധി എൻഗേജ് ചെയ്യിക്കുന്ന തരത്തിൽ എഴുതുകയും ഒക്കെ ചെയ്യേണ്ടത് 21ാം നൂറ്റാണ്ടിലെ ഒരു എഴുത്തുകാരൻ്റെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി. രണ്ടാമത്, എൻ്റെ വായനാശീലങ്ങളുണ്ട്. ഞാനൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്ന ചില വായനാ രീതികൾ, പുതിയ വിഷയങ്ങളെക്കുറിച്ച്, പുതിയ ഇടങ്ങളെക്കുറിച്ച്, പുതിയ ചരിത്ര സന്ദർഭങ്ങളെക്കുറിച്ച് ഇതൊക്കെ അറിയാനുള്ളൊരു ത്വരയാണ് എന്നെ പലപ്പോഴും വായനയിൽ എൻഗേജ് ചെയ്തത്. അപ്പോൾ എനിക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു വായനയുടെ സാധ്യത, സാഹിത്യം ജീവിതത്തിൻ്റെ വളരെ സൂക്ഷ്മമായ ആഖ്യാനമാണെന്നും അല്ലെങ്കിൽ മനുഷ്യാവസ്ഥകളെയാണ് സാഹിത്യം അഭിസംബോധന ചെയ്യുന്നതൊക്കെ നമ്മൾ പറയുമ്പോഴും പലപ്പോഴും നമ്മൾ ഈ മനുഷ്യാവസ്ഥകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ വളരെ വ്യക്തിപരമായ അവൻ്റെ കുടുംബം, ഭാര്യ, മക്കൾ, അതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന സംഘർഷങ്ങൾ, അതുമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇതിലൊക്കെ തന്നെ ഒതുങ്ങി പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ ഇൻ്റലക്ച്വൽ ലൈഫ് കൂടിയാണ്. അവൻ പല വിഷയങ്ങളെ പറ്റി നടത്തുന്ന അന്വേഷണങ്ങൾ, പഠനങ്ങൾ, അവൻ്റെ തത്വചിന്താപരമായ തലത്തിൽ അവനുണ്ടാകുന്ന ജീവിതം, ഇതെല്ലാം ചേർന്ന്, എന്ന് വെച്ചാൽ എല്ലാ ജ്ഞാനമേഖലകളും ചേർന്നതാണ് സാഹിത്യത്തിൻ്റെ ഇടമെന്ന് കൂടിയുള്ളൊരു ബോധ്യം. അതെത്ര കണ്ട് ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റേതായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പം ഇതിൻ്റെ ഒരു ധാരണ അനുസരിച്ചിട്ടാണ് ഇട്ടിക്കോര എഴുതാൻ ശ്രമിക്കുന്നത്. ഇട്ടിക്കോര എഴുതാൻ തുടങ്ങുമ്പോൾ മുൻ നോവലിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടൊരു കൃത്യമായൊരു പ്ലാനുണ്ട്. കഥ എങ്ങനെയാണ് അല്പാൽപമായിട്ട് വായനക്കാരിലേക്ക് എത്തേണ്ടത്, എങ്ങനെയാണ് ഒരു അധ്യായത്തിൽ നിന്ന് അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ചേഞ്ച് എങ്ങനെയായിരിക്കണം. ഓരോ അധ്യായങ്ങളും വായിക്കുന്ന സമയത്ത് വായനക്കാരനെ അത് ഏതൊരു തരത്തിലുള്ള ചിന്തകളിലേക്ക് എത്തിക്കണം. അതിൻ്റെ ജോഗ്രഫിക്കൽ സ്പേസ്, ഹിസ്റ്റോറിക്കൽ സ്പേസ്, ഇന്റലക്ച്വൽ സ്പേസ്, ഇതൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിക്കോര എഴുതുന്നത്. പക്ഷേ ആ പ്ലാനിങ്ങിൽ ചില സമയത്ത് ചില സ്റ്റേജിലൊക്കെ ഇമാജിനേഷൻ്റെ ഒരു ഉന്മാദത്തിൽ ചിലപ്പോൾ നമ്മൾ പ്ലാൻ വിട്ടൊക്കെ കുറേ പോയിട്ടുണ്ടാവും. പക്ഷേ ദ വാസ് എ പ്ലാൻ. അവർ പ്ലാൻ വെച്ചാണ് നമ്മളിതൊക്കെ
ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് വരുമ്പോൾ പല വിഷയങ്ങളെ പറ്റി പറയും, മാത്തമാറ്റിക്സിനെ പറ്റി പറയുന്നു, ഹിസ്റ്ററിയെ പറ്റി പറയുന്നു, ചരിത്രത്തിൽ തന്നെയുള്ള പല കാര്യങ്ങളെ പറ്റി പറയും, പലതരത്തിലുള്ള ഡിസ്കോഴ്സുകൾ വരും. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ശരികളെ ഞാൻ എഴുതുന്ന കൃതിയിലൂടെ മുന്നോട്ട് വെച്ച് അത് സ്ഥാപിച്ചെടുക്കുന്ന ഒരു പരിപാടിയല്ല സാഹിത്യം എന്ന് വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ വ്യക്തിപരമായ ശരികൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രം ശരിയായിട്ട് വരുന്ന ചില കാര്യങ്ങളായിരിക്കും. അതൊരു സമൂഹത്തിൻ്റെ ശരിയാകണമെന്നില്ല, ആകാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന, നമ്മുടെ കാലത്ത് നിലനിൽക്കുന്ന വളരെ വൈവിധ്യമുള്ള, പലപ്പോഴും പരസ്പര വിരുദ്ധമെന്ന് പോലും തോന്നുന്ന കാര്യങ്ങളെ മുന്നോട്ട് വെച്ച് വായനക്കാരന്റെ മനസ്സിൽ ഒരു ഡിസ്കോഴ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഡിസ്കോഴ്സുകൾ ഇല്ലാതെയായി പോകുന്ന ഒരു ചീത്ത കാലത്താണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഉത്തരങ്ങൾ, എല്ലാവരും വളരെ കാര്യമായിട്ട് വേദികളിൽ നിന്ന് ബഹുസ്വരതയെപ്പറ്റി, ജനാധിപത്യത്തെ പറ്റിയൊക്കെ പ്രസംഗിക്കും. പക്ഷേ അവരുടെ കാര്യം വരുമ്പോൾ ഏകസ്വരായിരിക്കും. തൻ്റെ വിശ്വാസങ്ങളോട് വിയോജിക്കുന്നവനും, നിങ്ങൾ കേട്ടല്ലോ, എൻ്റെ വിശ്വാസങ്ങളോട്, എൻ്റെ നിലപാടുകളോടും വിയോജിക്കാനുള്ള മറ്റൊരുവന്റെ അവകാശത്തിന് വേണ്ടി ഞാൻ പോരാടുമെന്ന് പറഞ്ഞ പ്രസിദ്ധനായ കവിയെപ്പറ്റി നിങ്ങൾ കേട്ടു. അപ്പൊ അത്തരത്തിൽ വളരെ പൂർവ്വ ഉള്ളൂ. പലവരും തൻ്റെ ശരികളെ സ്ഥാപിച്ചെടുക്കാനും അത് പ്രചരിപ്പിക്കാനും അത് വളർത്തിയെടുക്കാനും അതിനോടുള്ള വിയോജിപ്പുകളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനും ശ്രമിക്കുന്നതാണ്. ഞാൻ ധരിച്ചത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചത്, ഞാൻ ചെയ്യാൻ ശ്രമിച്ചത്, പെട്ടിക്കോര ഉൾപ്പെടെയുള്ള എൻ്റെ രചനകളിലൂടെ പലതരത്തിലുള്ള വ്യൂ പോയിന്റ്സ് ഒരേ സമയം ഒരു കൃതിയിൽ കൊണ്ടുവന്നു വായനക്കാരൻ കൂടി ഉൾപ്പെടുന്ന ഒരു സംവാദം, അല്ലെങ്കിൽ വായനക്കാരന്റെ മനസ്സിൽ ഒരു സംവാദം സൃഷ്ടിക്കാനും അതിൽ നിന്ന് അയാൾക്ക് ഇഷ്ടം പോലെ വായിക്കും. പെട്ടിക്കോര ഒരാൾ വായിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ വായിക്കുന്നത്. പെട്ടിക്കോരയ്ക്ക് ഒരു 4-5 ലെയറിൽ നമുക്ക് വായിക്കാൻ പറ്റും. അത് വളരെ പെരിഫറലായിട്ട് വായിച്ചു പോകാവുന്ന, അങ്ങനത്തെ സാധാരണ വായനക്കാരന് വായിക്കാവുന്ന ഒരു കൃതിയാണ്. അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കുറച്ചുകൂടെ അത് ലക്ഷ്യമാക്കുന്ന വളരെ വ്യത്യസ്തമായ ജ്ഞാന മേഖലകളും അവയുടെ ചരിത്രവും അതിൻ്റെ ഡിസ്കോഴ്സുമായ ഒരു തലത്തിലേക്ക് വേണമെങ്കിൽ പോവാം. ഇനി കുറച്ചുകൂടെ ഡീപ്പായിട്ട് വായിക്കണമെന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദാർശനികമായ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്പേസിലേക്ക് പോയിട്ട് അത്തരത്തിൽ വായിക്കാം. ഇത്തരം വായനകളുടെ എല്ലാം സാധ്യതയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്ന എത്തിക്കോരെ എപ്പോഴും ആളുകൾ വായിക്കാനുള്ളത്. പലതരത്തിൽ ആളുകൾ വായിക്കുന്നതിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ വായനക്കാരനും വായിക്കുമ്പോൾ അത് മറ്റൊരു കൃതിയായിട്ട് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അയാൾക്ക് വായിക്കാൻ പറ്റുന്നതുണ്ട്. ചിലർക്കൊക്കെ ചില ഭാഗങ്ങളോട് വളരെ അടുപ്പും മറ്റു ചില ഭാഗങ്ങളോട് യോജിക്കാൻ കഴിയാതെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പം ചില വിഷയങ്ങൾ, ഉദാഹരണമായിട്ട് മാത്തമാറ്റിക്സ് ഒക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ പെർമ തിയറത്തിനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലെ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ, ഇതൊക്കെ ഇപ്പോൾ മാത്സ് കുറച്ചൊരു കടുപ്പുള്ള വിഷയമാണെന്ന് ധരിച്ച ആളുകൾ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനോട് വളരെ നല്ല രീതിയിൽ പ്രതികരിച്ച ആളുകളുമുണ്ട്. അപ്പൊ ഇട്ടിക്കോരയുടെ എഴുത്തിൽ ഇത്തരം ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുവരെ ഇപ്പൊ മലയാള സാഹിത്യത്തിൽ അങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു വഴിയല്ല. അത് സാഹിത്യമാണെന്നും പോലും പറയില്ല. സാഹിത്യമാകണമെങ്കിൽ ഇന്നതൊക്കെ ആയിരിക്കണം എന്ന് ഉള്ളൊരു ബോധ്യമുള്ള സ്ഥലത്ത് അതിൻ്റെ ഒരു കൗണ്ടർ ടെക്സ്റ്റാണ് വരുന്നത്. എന്നോടൊന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, കണക്കൊക്കെ എന്തിനാണ് സാഹിത്യത്തിൽ, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ ഒരു തരം ഗവേഷണ പ്രബന്ധം പോലെ സാഹിത്യത്തിനെ സാധാരണക്കാർക്ക് അപ്രാപ്യമാക്കി മാറ്റുന്നതിനൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശിക്കാനുള്ള സ്പേസ് ഇട്ടിക്കോരെ തന്നെ തുറന്നു കൊടുക്കുന്നു. അപ്പൊ ചിലര് ഈ പെരിഫറലായിട്ട് വായിക്കുന്ന ആളുകൾ ധരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളെ അതിന് വളരെ ഉപരിപ്ലവമായ തലത്തിൽ എടുത്ത് ഇതിപ്പോ കാനിബാളിസം പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അരാജകത്വം പ്രചരിപ്പിക്കാൻ, അപ്പോൾ വളരെ കാനിബാളിസ്റ്റായ അരാജകവാദിയായ ഒരു എഴുത്തുകാരൻ നടത്തുന്ന ശ്രമമായിട്ട് അങ്ങനെയും ആളുകൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എഴുത്തുകാരനെ പറ്റിയിട്ട് അറിയേണ്ട കാര്യമില്ല, ഓതർ ഈസ് ഡെഡ് എന്നാണ്. പക്ഷെ ഇതില് ഈ വാർത്തൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ഈ സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മനസ്സിലായി പ്ലഷർ ഓഫ് ടെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു റീഡർലി ടെക്സ്റ്റിനെ എങ്ങനെ ഒരു റൈറ്റർലി ടെക്സ്റ്റായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. റീഡർലി ടെക്സ്റ്റായിട്ട് നിർത്താൻ നമ്മൾ പ്ലേ ഓഫ് ലാംഗ്വേജ്, അതിൻ്റെ പല തരത്തിലുള്ള ഭാഷാപരമായ
സൗന്ദര്യങ്ങളിൽ കൂടി അതിൻ്റെ കേളികളിൽ കൂടി ഒക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിനെ കുറച്ചും കൂടെ ഒരു ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പ്ലേ ഓഫ് ലാംഗ്വേജിൽ നിന്ന് അതൊരു പ്ലേ ഓഫ് ഐഡിയാസിലേക്ക്, അല്ലെങ്കിൽ പ്ലേ ഓഫ് ഇമോഷൻസിൽ നിന്ന് പ്ലേ ഓഫ് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിലേക്ക് ഇത് മാറുമ്പോഴാണ്. അതിൽ നമ്മൾ ഈ പ്ലേ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ കളിയല്ല, അതിന് അപ്പുറത്തേക്ക് വളരെ ഭൗതികമായ ഒരു വ്യായാമം എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഭൗതികമായ ഒരു ഡിസ്കോഴ്സ് എന്നുള്ള തരത്തിലാണ്. അപ്പൊ ഇതിനുള്ള അടരുകൾ ഏത് അധ്യായം എടുത്താലും അതിൽ നമ്മൾ വളരെ ആസൂത്രിതമായിട്ടൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. അതിൻ്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് അങ്ങനെയാണ്. ഇങ്ങനെ ചെയ്ത ഇട്ടിക്കോരയുടെ 2ാം ഭാഗമാണ് ഞാൻ വീണ്ടും എഴുതാമെന്നുള്ളത്. 12 കൊല്ലം കഴിയുമ്പോഴാണ് അത് 2ാമത്തെ ഭാഗം എഴുതാമെന്നുള്ളൊരു തീരുമാനം. 2ാം ഭാഗം ഉണ്ടോ എന്നൊക്കെ ആളുകൾ മുമ്പേ ചോദിച്ചിരുന്നു. ഇതെന്തിനാണ് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കിയ പോലെ നിർത്തിയത്, അങ്ങനെ കഥ നിർത്തിയത് ശരിയായില്ല, എന്തൊക്കെയായാലും വളരെ ഗംഭീരമായി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനം പെട്ടെന്ന് നിങ്ങൾ അങ്ങ് കലമടച്ച പോലെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞു വായനക്കാരൻ. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം വായനക്കാരനുണ്ട്. എന്താ വെച്ചാൽ വായനക്കാരൻ വായിക്കുന്നത് വായനക്കാരൻ്റെതായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. ടി ഡി രാമകൃഷ്ണൻ എന്നുള്ള ഓതർ ഡെഡ്, അതോടുകൂടി വായന തുടങ്ങുന്നതോടും. അപ്പം അങ്ങനെ ഉള്ള വായനകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് വളരെ സങ്കീർണമായ വേറൊരു മേഖലയിലേക്ക് പോകും. അടുത്ത ഒരു ഭാഗം എഴുതും. ഇപ്പം 2ാമത്തെ ഭാഗം എഴുതാൻ ഞാൻ തീരുമാനിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല, ചോദ്യങ്ങൾ അതിൻ്റെ ഒരു ഘടകമാണ്. 2ാമത് ഈ കാലം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഇട്ടിക്കോര എഴുതുന്ന ഒരു കാലമല്ല, ഒരു 10-12 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ 10-15 കൊല്ലം കൊണ്ട് ലോകം വലിയ തോതിൽ മാറുന്നു, മനുഷ്യർ മാറുന്നു, അവരുമായിട്ട് ബന്ധപ്പെടുന്ന സമസ്ത വ്യവഹാരങ്ങൾ മാറും. ഇട്ടിക്കോരയിൽ നിങ്ങൾക്ക് അറിയാം, ബ്ലോഗുകൾ, ഇമെയിലുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇതിൽ വലിയ എന്താ പുതിയ സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒരു അതിപ്രസരം എന്നൊക്കെയാണ് ഇട്ടിക്കോര വരുമ്പോൾ പറഞ്ഞു. ഇന്ന് ഈ പല സാധനങ്ങളും ഒബ്സലേറ്റായി പോയി അതിൻ്റെ പല തലങ്ങളും കടന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ ഒരു 2025 ഞാൻ 25 അവസാനമാകുമ്പോഴെങ്കിലും ഈ പുസ്തകം പൂർണ്ണമായിട്ട് പുറത്തു വരണം എന്നുള്ള ഒരു ശ്രമത്തിലാണ്. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ പ്ലാനിങ്ങും എഴുത്തും അതിനു വേണ്ടിയുള്ള പല റിവിഷനും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശ്രമിക്കുമ്പോൾ മുന്നിലുള്ളൊരു കാര്യം ആ കാലത്തും മാറിയിരിക്കുന്നു, അതുപോലെ റീഡേഴ്സ് മാറിയിരിക്കുന്നു. ഇപ്പോൾ 2008 സീരിയലൈസ് ചെയ്യുന്ന സമയത്ത് വായിക്കുന്നവർ, അല്ലെങ്കിൽ 2009 ഇട്ടിക്കോര പുസ്തകമായിട്ട് വായിക്കുമ്പോൾ വായിക്കുന്ന ആളുകളല്ല വായിക്കും. അപ്പം അന്ന് പല ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇട്ടിക്കോരയുടെ തുടക്കത്തിൽ നിങ്ങൾക്കറിയാം 3 കഥാപാത്രം, രേഖ, രശ്മി, ബിന്ദു എന്ന് പറയുന്ന 3 കഥാപാത്രങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു ഓൺലൈൻ ലൈംഗിക സ്കൂൾ, ഇവിടെ ദ സ്കൂൾ എന്നുള്ള പേരിൽ നടക്കും. പക്ഷെ അതിൽ വളരെ എന്താ അതിനെ ഒരു കച്ചവടം എന്നുള്ള തരത്തിലല്ല, അത് എൻ്റെ അപ്പുറത്ത് അതിൻ്റെ വേറെ പല തലങ്ങളിൽ ചേർത്താണ് അതിനെ നമ്മൾ അഭിസംബോധന ചെയ്യും. അപ്പം എന്നോട് ചില ചർച്ചകളിൽ അല്ലെങ്കിൽ ചില വിമർശനങ്ങളിൽ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെയൊക്കെ നടക്കുമോ? അല്ലെങ്കിൽ അത്യാവശ്യം ജീവിക്കാൻ ജോലിയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് പോകേണ്ട വല്ല കാര്യമുണ്ട്? മനുഷ്യൻ ഒരു ഗതികെടുമ്പോൾ, ജീവിക്കാൻ ഒരു വഴിയില്ലാതെയാവുമ്പോൾ, അല്ലെങ്കിൽ ചതിക്കപ്പെടുമ്പോൾ, ഗതികേടിൽപ്പെടുമ്പോൾ ഒക്കെയല്ലേ ഇത്തരം വഴികളിലേക്ക് പോകുന്നത്. വളരെ സമൂഹത്തിൽ മാന്യമായി നടക്കുന്ന, അത്യാവശ്യം ജീവിക്കാൻ സൗകര്യമൊക്കെയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇത്? അതും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അങ്ങനെ പല ഇതൊക്കെ വലിയ അതിശയോക്തിയാണെന്നും ഇതൊന്നും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ ഒരു തരത്തിലുള്ള സാധ്യത ഇല്ലാത്ത കാര്യങ്ങളാണെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഞാനതിനെ കുറച്ച് കാണുകയല്ല. പക്ഷെ ഞാനത് എഴുതുന്ന സമയത്ത് വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടി അത്തരം കാര്യങ്ങൾ നടക്കുന്നതായിട്ടുള്ള അറിവ് വളരെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അതിൻ്റെ സൂക്ഷ്മതകളിലേക്ക് പോകുന്നില്ല, എന്നുവെച്ചാൽ അത് മറ്റൊരു തലമാണ് അതിന്. അപ്പം ആ ഒരു കാലം മാറുകയാണ്. പുതിയൊരു കാലത്ത് നമ്മൾ 25 എഴുതുന്ന സമയത്ത് നമ്മുടെ സമൂഹം കുറേ കൂടെ തുറന്നൊരു സമൂഹമാകുന്നു. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വളരെ തുറന്ന് സംവാദങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ, വിവരസാങ്കേതിക വിദ്യയിലും അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിലും വലിയ കുതിച്ചുചാട്ടങ്ങൾ നടക്കുന്ന ഒരു കാലമാവും. നമ്മുടെ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് റീഡറായിട്ട് എല്ലാ കാലത്തും കാണുന്നത് ഇനി വരുന്നൊരു ജനറേഷനാണ്. ഇപ്പം എൻ്റെ വളരെ മുതിർന്ന, എന്നേക്കാൾ മുതിർന്ന വളരെ സീനിയേഴ്സായിട്ട് ഞാൻ വളരെ ബഹുമാനിക്കുന്ന റൈറ്റേഴ്സ്, അപ്പം അവർ ടി ഡി ഇത് വളരെ നന്നായി എന്ന് പറഞ്ഞ് എന്നെ പുറത്ത് തട്ടി അഭിനന്ദിക്കുന്നതിനേക്കാൾ
പല മടങ്ങ് അവരുടെ അഭിനന്ദനത്തിനെ കുറച്ച് കണ്ടിട്ട് പറയുന്നില്ല, പല മടങ്ങ് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഒരു യങ് ജനറേഷൻ ഇനി വരുന്ന ഒരു പുതിയൊരു തലമുറ, പുതിയ കാലത്ത് വരുന്ന ആളുകൾ അവർ ഈ പുസ്തകം വായിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അവരാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. അപ്പം ഞാനും എനിക്ക് മുമ്പേ വന്നവരും അധികം താമസിയാതെ ഈ വേദി വിട്ട് പോകാനുള്ള ആളുകളാണ്. പക്ഷേ ഈ വേദിയിലേക്ക് നിറയെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന അവർ വായിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുക എന്ന തരത്തിൽ തന്നെയാണ് അവർക്ക് കൂടെ പരിചിതമായ ഒരു ഭാഷയും അവർക്ക് കൂടെ പരിചിതമായ വിഷയങ്ങളും അവരെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു നെറേറ്റീവ് പാറ്റേണും ഒക്കെ ഉപയോഗിക്കും. അപ്പം അതിൻ്റെ ഒരു തുടർച്ച ഇട്ടിക്കോരയിലുള്ള അതേപോലെ 15 കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 15 കൊല്ലം കൊണ്ട് നമ്മുടെ സമൂഹം വല്ലാതെ മാറിപ്പോയിരിക്കും, വലിയ തോതിൽ മാറിപ്പോയിരിക്കുന്നു എല്ലാ തരത്തിലുള്ള കാര്യം. അപ്പം അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പം നമുക്കറിയാം, എട്ടിക്കോരയിൽ ഇപ്പം ഞാൻ കഴിയുന്നത്ര കാലത്തിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുമ്പിലൊക്കെ നടക്കാനുള്ള എൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അതിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അന്ന് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ വളരെ പോപ്പുലറായിട്ട് ഉണ്ടായിരുന്ന ഒരു റിംഗ് ടോൺ ഇട്ടിക്കോരയിലെ പ്രധാന കഥാപാത്രമായ രേഖയുടെ റിംഗ് ടോണാണ്. പാപ്പറോഷയുടെ കട്ട് മൈ ലൈഫ് ഇൻ ടു പീസസ് എന്ന് പറയുന്ന റിംഗ് ടോൺ. ഇത് അന്നത്തെ കാലത്ത് ആ കാലത്തിനൊപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിലൊന്നാണ്. അപ്പം ഇതേപോലെ ഇന്നത്തെ കാലത്തേക്ക് പോകുമ്പോൾ അത് പോരാ, ഇതിന് വളരെ അപ്പുറത്തേക്ക് പോകേണ്ടതാണ്. അതിനുള്ള ശ്രമങ്ങളും എഴുത്തുമൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചെറിയ ഭാഗം നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കും ഈ സംഭാഷണത്തിന് കുറച്ചും കൂടെ മുന്നോട്ട് പോയതിനു ശേഷം. പക്ഷേ ഒരു കാര്യമുണ്ട് അതിൻ്റെ കൂടെ, അതുപോലെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പങ്കുവയ്ക്കാൻ. എന്താ വെച്ചാൽ ഇത് സീരിയലൈസ് ചെയ്യാതെ ഒരക്ഷരം പോലും പറയാതെ പുസ്തകമായിട്ട് വായനക്കാരൻ്റെ മുമ്പിലേക്ക് ഒരു തരത്തിലുള്ള സൂചനയും കൊടുക്കാതെ കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നിങ്ങളെപ്പോലുള്ള ഒരുപാട് വായനക്കാർക്ക് കാണിക്കുന്ന വലിയ താല്പര്യം ചെറിയൊരു പോർഷൻ എത്രത്തോളം നിങ്ങളെ തൃപ്തിപ്പെടുത്തുമെന്നറിയില്ല. തീർച്ചയായിട്ടും തൃപ്തിപ്പെടുത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് നമുക്ക് ഈ സംഭാഷണം കഴിഞ്ഞിട്ട് വായിക്കാം. അത് വരുമ്പം ഞങ്ങൾ പറഞ്ഞു, ഇപ്പോ ഈ അനൗൺസ് ചെയ്ത സമയം മുതൽ വാരികകൾ, കേരളത്തിലെ പല വാരികകളും TD സമീപിക്കുന്നു, കൊടുക്കുന്നില്ല. പബ്ലിക്കേഷൻ സമീപിക്കുന്നു, കൊടുക്കുന്നില്ല. അവസാനം ഞാൻ ഒരു ചാപ്റ്റർ വായിക്കാമെന്ന് ചോദിച്ചു, എനിക്കും തന്നില്ല, ആർക്കും കൊടുത്തില്ല. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ആലോചിച്ചത് അതാണ്, എന്തായാലും സ്റ്റേജിൽ നിന്ന് കിട്ടുമല്ലോ അല്ലേ. അപ്പോ ഒരു ചാപ്റ്റർ എങ്കിലും വായിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ 18-ാം കൂറ്റുകാരെ പോലെ എല്ലാവരും TD തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നേ നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ചാപ്റ്റർ തീർച്ചയായും എന്താണ് ഇതിന്റെ തുടക്കമെന്നറിയാനെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് തീർച്ചയായും ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിൽ TD വായിക്കുമെന്നാണ് കരുതുന്നത്. മറ്റൊന്ന്, ഇപ്പോ പുതിയ കാലത്തെ കുറിച്ച് പറഞ്ഞു, സാങ്കേതികതയും കാലമൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു TD അറിയുന്നുണ്ടോ എന്നറിയില്ല, പുതിയ കാലത്ത് ഇൻസ്റ്റാ റീലുകളിൽ ധാരാളം നിരൂപണ രൂപത്തിൽ തന്നെ വരുന്നത് ഫ്രാൻസിസ് ഇട്ടിക്കോര ആണ് എന്നതിൽ സംശയമൊന്നുമില്ല. മറ്റൊന്ന്, ഇതിലിപ്പോ ദേശത്തെക്കുറിച്ചും അന്വേഷണങ്ങളെ കുറിച്ചും വന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഒരു ദേശത്തിന്റെ നിഗൂഢതയിൽ നിന്ന് ആരംഭിച്ചിട്ട് അത് ചെന്നെത്തുന്നത് മറ്റൊരു ദേശത്തിന്റെ നിഗൂഢതയിലേക്കാണ്. ഒരു ദേശത്തിന്റെ ഗണിതം ചെന്നെത്തുന്നത് മറ്റേതൊക്കെയോ ദേശങ്ങളുടെ ഗണിതത്തിലേക്കാണ്. അലക്സാണ്ട്രിയ പോലെയുള്ള ദേശത്തേക്ക് എത്തുന്നു. ഒരു ദേശത്തിന്റെ ആഭിചാര ക്രിയകൾ എത്തുന്നത് മറ്റേതൊക്കെയോ ദേശങ്ങളിലാണ്. അപ്പൊ നമ്മൾ എന്റേത് എന്നൊക്കെ അഹങ്കരിക്കുന്ന സാധനം നോട്ട് ദിസ് എന്ന് പറയും, ഇതല്ല എന്ന് പറഞ്ഞ് ഒരു സാർവദേശീയമായ തലത്തിലേക്ക് എത്തുകയാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര ചെയ്യുന്നത്. ഇപ്പൊ ഒരു വംശത്തിന്റെ എന്റെ ബ്ലഡ് എന്ന് അഹങ്കരിക്കുമ്പോഴും എന്റെ മാത്രമല്ല, എവിടെയൊക്കെയോ നമ്മുടെ ബ്ലഡുകൾ ചിതറി കിടക്കുന്നു എന്ന് വംശങ്ങളെ പോലും അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള വായന നമുക്കതിൽ കാണാം. തീർച്ചയായും അത് വലിയ വിവാദങ്ങളൊക്കെ വഴിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയൊക്കെ ഇതിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട കാര്യമാണ്. ഇത് ഫ്രാൻസിസ് ഇട്ടിക്കോര ഒരു ഗ്ലോബൽ റീഡറെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവുള്ള നോവലാണ്. ഞാൻ വിശ്വസിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെത്തുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ പുതിയ തലമുറ ആളുകൾ ജീവിക്കുന്നത് ഒരു ജോഗ്രഫിക്കൽ സ്പേസിലല്ല. ജോഗ്രഫിക്കൽ സ്പേസ് അതിൻ്റെ ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ. നമ്മൾ ഒരു ഗ്ലോബൽ സ്പേസിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഒരു മലയാളിയായിരിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോട്ട് ഇരിക്കുമ്പോൾ തന്നെ അതേ സമയത്ത് ലോകത്തിലെ പല ഇടങ്ങളുമായിട്ട് നമ്മൾക്ക് ബന്ധമുണ്ടാകും. നമ്മുടെ ജീവിതവും ചിന്തകളും നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യവഹാരങ്ങളും
മലയാളികളില്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യം കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ ഒരു ജൂൺ മാസത്തിൽ നടത്തിയൊരു യാത്രയിൽ 2 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി. ബോട്സ്വാനയിലും സിംബാബ്വേയിലും പോയി. ബോട്സ്വാനയിൽ സാംബസി നദിയുടെ തീരത്തുള്ള ഈ സിംബാബ്വേയിലെ വളരെ പ്രസിദ്ധമായ വിക്ടോറിയ ഫോൾസ്, അത് ബോട്സ്വാനയുടെ തൊട്ടടുത്താണ്. അപ്പോൾ ബോട്സ്വാനയിൽ പോയിട്ട് അവിടെ നിന്നാണ് സിംബാബ്വേയിലേക്ക്. അപ്പോൾ ഈ സാംബസി നദിയുടെ തീരത്ത് ബോട്സ്വാനയുടെ ഒരു പോർഷനിലായിട്ട് ഒരു സ്ഥലത്ത് ഒരു തൃശ്ശൂർക്കാരനായിട്ടുള്ള മലയാളി ഞാൻ കണ്ടു. അപ്പം അദ്ദേഹം അവിടെ ഒരു 28 കൊല്ലമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. എനിക്ക് ചുറ്റും 450 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു മലയാളി ഇല്ല. 28 കൊല്ലമായിട്ട് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നു. കൂടെ ജോലി ചെയ്യുന്ന മുഴുവൻ ഈ ബോട്സ്വാനക്കാരായിട്ടുള്ള ആഫ്രിക്കക്കാരായിട്ടുള്ള ആൾ. വളരെ നല്ല മനുഷ്യരാണ് അവർ. ആഫ്രിക്കക്കാരെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വിചിത്രമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്ന ആളുകളാണ്. പക്ഷെ വളരെ നല്ല മനുഷ്യരാണ്. അവരുടെ ഇടയിൽ അദ്ദേഹം ജീവിക്കും. ഇതേപോലെ ഓരോ ഇടത്തിൽ ചെല്ലുമ്പോഴും നമ്മുടെ കേരളീയരായ മലയാളികളായ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ ഒരു കാലത്ത് മലയാളിയുടെ എഴുത്തും വായനയൊക്കെ സ്വാഭാവികമായിട്ട് ആ തലത്തിലേക്ക് പോകുന്നു. അപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പം ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വരുന്ന പുസ്തകങ്ങളും എഴുത്തും വായനയും ഒക്കെ പ്രവാസ ലോകത്തുനിന്ന്. കേരളത്തിൽ എഴുതപ്പെടുന്നതിനേക്കാൾ, കേരളത്തിൽ വായിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എഴുത്തുകാരും വായനക്കാരും ഒക്കെ പ്രവാസികളായിട്ടുണ്ടാകും. വളരെ വ്യത്യസ്തമായിട്ടുള്ള രചനകൾ ധാരാളം ഉണ്ടാകുന്നു. അത് പലയിടങ്ങളിൽ നിന്നായിട്ടുണ്ടാകുന്നു. ഈ വാസ്തവത്തിൽ മലയാളികൾ പുറത്ത് ജീവിക്കുന്നതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ചെറിയ തലത്തിലേ ഉപയോഗപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ പല സ്ഥലത്തും ജീവിക്കുന്ന ആളുകൾക്ക് വലിയ എക്സ്പോഷർ കിട്ടുന്നു. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ചൊല്ലി അവരോട് സംസാരിക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഈ മലയാളത്തിൽ എഴുതുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അത് കേരളമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, ഞങ്ങൾ ഒരുപാട് അകലെയാണ് കിടക്കും. വാസ്തവത്തിൽ അവർ സാധ്യതയുടെ വലിയ ഒരു എക്സ്പോഷറുള്ള ഒരു സ്ഥലത്താണ് കിടക്കുന്നത്. ഒരു 10, 20, 25 ഒക്കെ രാജ്യങ്ങളിലെ ആളുകളായിട്ട് ഇടപഴകാനുള്ള സൗകര്യം ഉണ്ടാവും. ചില സ്ഥലത്ത് 100 കണക്കിന് രാജ്യങ്ങളിലെ ആളുകളായിട്ട് ഇടപഴകാനുള്ള സൗകര്യം ഉണ്ടാകും. അവരുടെ ജീവിതങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നു. അപ്പം അങ്ങനെ ഒരു ഗ്ലോബലായിട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ കേരളത്തിൻ്റെതായ അല്ലെങ്കിൽ ഇന്ത്യയുടേതായ എന്ന് പറയുന്ന, ഞാൻ എൻ്റെ മണ്ണ് എൻ്റേത് എന്ന് പറഞ്ഞ് ചുരുക്കി കാണുന്ന കാര്യങ്ങൾക്കൊന്നും ഈ കാലത്ത് പ്രസക്തിയില്ല. ഇപ്പോൾ കാര്യങ്ങൾ ഗ്ലോബലായിട്ട് മാറും. ടെക്നോളജി വലിയ തോതിൽ സഹായിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കവിത മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ കവിതയെക്കുറിച്ച് നടക്കുന്ന ചർച്ച, എനിക്കെന്നെ അനുഭവമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ച ദിവസം അന്ന് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ വരുന്ന ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്ന്. അപ്പം അതിൽ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഒരു മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഒരു എണ്ണക്കപ്പലിൽ ഇരുന്നു കൊണ്ടാണ് ഈ കവിതയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത്. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു കവിയാണ്, നിരഞ്ജൻ എന്ന് പറയുന്ന കവിയാണ്. നിരഞ്ജൻ എന്ന് പറയുന്ന കവി പസഫിക്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നാട്ടിലുണ്ടാവും, ചില സമയത്ത് അദ്ദേഹം ചോദിക്കുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ പസഫിക്കിലാണ് അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിലാണ്. 2 ലക്ഷം ടൺ ഓയിലുള്ള ഒരു കപ്പലിൽ 10, 20, 22 ജോലിക്കാരെ ഉണ്ടാവുള്ളൂ, അതിൽ ജോലി ചെയ്യാം. അപ്പൊ മലയാളിയുടെ ജീവിതം ഗ്ലോബലാണ്. ആ ഗ്ലോബലാണ് എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു എഴുത്തിലേക്ക് പോയിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം വ്യത്യാസം എന്നല്ല, ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. 2 തരത്തിലാണ് ഇന്നത്തെ കാലത്ത് എഴുത്തുന്നത്. ഇപ്പം എല്ലാ വ്യവഹാരങ്ങളെ പോലെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയോ എല്ലാ തരത്തിലുള്ള പൊതുവായിട്ട് ഇതിൻ്റെ അധികാര സ്വഭാവം വളരെ യൂറോസെൻട്രിക്കാണ്. യൂറോപ്പിനോടോ അല്ലെങ്കിൽ US-നോടോ ചേർത്ത് വരുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആണ് ലോകത്തിൽ എല്ലാ ഇടങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതിനെ കൗണ്ടർ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നോ അല്ലെങ്കിൽ കേരളീയമായ പശ്ചാത്തലത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് 3-ാം ലോക രാജ്യങ്ങളിൽ നിന്നോ വരുന്ന ഒരു സിനിമ, ഒരു സാഹിത്യ രചനയ്ക്കൊക്കെ ഈ യൂറോ കേന്ദ്രീകൃതമായ ആ ഒരു അധികാര സംവിധാനം അവരുടെ താല്പര്യങ്ങളും അവരുടേതായിട്ടുള്ള ചില അപ്രഖ്യാപിതമായ നിയമാവലികളും അതനുസരിച്ചിട്ടാണെങ്കിൽ അവരെ ആകർഷിക്കാൻ എളുപ്പമാണ്. അവരിപ്പോഴും ഇന്ത്യയെ കാണുന്നത് ഇന്ത്യയിൽ അവരോടൊപ്പം നിൽക്കുന്നവരുടായിട്ടല്ല. ഞാൻ വിശ്വസിക്കുന്ന അവരോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലോ നിൽക്കാനുള്ള അറിവും കഴിവൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ ചെറുപ്പക്കാരികളും. അപ്പൊ അതുകൊണ്ട് അവരെ പ്രതിപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഈ നാട്ടിലെ മലയാളികളായിട്ടുള്ള വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലോകത്തിന് പുറത്ത്
നടക്കുന്ന കാര്യങ്ങൾ മലയാളികൾ ലോകത്തിന് പുറത്ത് പലയിടങ്ങളിലേക്ക് എത്തിയിട്ട് നേടുന്ന കാര്യങ്ങൾ അറിയാൻ താല്പര്യം. അതൊരു യൂറോപ്യൻ വായനക്കാരനെ അത്ര പ്രചോദിപ്പിക്കണമെന്നില്ല. പക്ഷെ എൻ്റെ ടാർഗറ്റ് റീഡർ എന്ന് പറയുന്നത് മലയാളികളായ ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാരികളും ഒക്കെ തന്നെയാണ്. അപ്പൊ അവരെ വായനയിലേക്ക് എൻഗേജ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു നറേഷനിലേക്കാണ് പോവുക. ഇട്ടിക്കോരയുടെ തുടർന്നുള്ള എഴുത്തിനും അത് തന്നെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ. സാധാരണ നമുക്ക് നോവലിന്റെ രണ്ടാം ഭാഗങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ഈ കോരപ്പാപ്പൻ സ്തുതിക്ക് ഇനിയും അടുത്ത കഥകൾ സാധ്യതയുണ്ടോ? നമുക്ക് മൂന്നാം ഭാഗം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ അറിയില്ല അതെന്താന്നുള്ളത്. കാരണം അവിടെ അവസാനിക്കുകയാണോ അതോ അതിനൊരു തുടർച്ച സാധ്യതയുണ്ടോ എന്ന് കൂടി അറിയാനൊരു ചെറിയ കൗതുകം. അല്ല, അത് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാല് എനിക്കും അറിയില്ല. ഈ ഒന്നാം ഭാഗം എഴുതുന്ന സമയത്ത് ഇതിന് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ എഴുത്തിൻ്റെ ഇതിലൊരു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം, എഴുതുന്ന ഓരോ എഴുത്തുകാരനും അറിയുന്ന കാര്യം. നമ്മൾ ഒരു കഥാപരിസരം സൃഷ്ടിക്കുന്നു, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു. ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നും നമ്മുടെ ഭാവനയും ഒക്കെ ചേർത്താണ് കഥാപാത്രങ്ങൾ. പക്ഷെ എഴുത്തിൽ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ, നമ്മൾ സൃഷ്ടിച്ച കഥയുടെ പരിസരം, ഇത് എല്ലാം ചേർന്ന് നമ്മളെ ഒരു വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ. ഇട്ടിക്കോര ജീവിച്ചിരുന്ന ആളല്ല, ഇട്ടിക്കോര എന്ന് പറയുന്ന ഒരാളില്ല. പക്ഷെ ഇട്ടിക്കോര ഉള്ളതായിട്ട് ഇട്ടിക്കോരയുടെ ഒരു സജീവമായ സാന്നിധ്യം എഴുത്തുകാരന് അനുഭവപ്പെടുന്നൊരവസ്ഥ. നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രത്തിൻ്റെ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നു. ഇട്ടിക്കോരയാണെങ്കിലും ദേവനായകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം അന്തർബദിരർ മൂവർ എന്നുള്ള നോവലിലെ ഫാത്തിമ നിലോഫർ, നമുക്ക് എഴുത്ത് തുടങ്ങിയതിൻ്റെ ഒരു 5 or 6 അധ്യായമൊക്കെ കഴിയുമ്പോൾ ഒരു സ്റ്റേജിൽ അവർ വളരെ അടുത്ത് നമ്മുടെ ഒപ്പമുള്ള പോലെ തോന്നും. ഞാൻ മുമ്പ് ചില ആളുകളെ എഴുതിയിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്, എത്രത്തോളം സത്യമാണെന്ന് പറഞ്ഞുകൂടാ. ചന്തുമേനോൻ ഇന്ദുലേഖയല്ല ശാരദ എഴുതുന്ന കാലത്ത് അദ്ദേഹം തന്നെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ ഈ എഴുത്തിലേക്ക് ഓവറായിട്ട് ഇദ്ദേഹം ഇൻവോൾവ് ആയിട്ട് മനോനില തെറ്റിയിട്ടാണോ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കാൻ തുടങ്ങുന്നതിന് അത്ഭുതപ്പെട്ട എന്താണ് ഇങ്ങനെ തന്നെ ഇരുന്ന് ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇടത്തിൽ അച്ഛനെ കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് വിസ്തരിക്കുന്നത് ഇങ്ങനെ കാണുമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു കേട്ടാണ്, എത്രത്തോളം ഇതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിലൊരു സത്യമുണ്ട്. ഓരോ എഴുത്തുകാരനും തൻ്റെ എഴുത്ത് ജീവിതത്തിൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ കഥാപാത്രങ്ങൾ, ഇപ്പം ദേവനായകിയെ ഞാൻ എടുത്ത ദേവനായകിയെ നേരിട്ട് മുമ്പിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയും. അവളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എൻ്റെയും സന്തോഷങ്ങളും സങ്കടങ്ങളുമായിട്ട് മാറും. ഈ ഒരു അവസ്ഥ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുണ്ട്. അപ്പം ആ ഇതിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല. ഇപ്പം സുഗന്ധി നാണ്ടാൾ ദേവനായികയുടെ പഴയ കാലം 3 അധ്യായം എഴുതാൻ തീരുമാനിച്ച ഒരാളാണ്. 3 അധ്യായത്തിന് വേണ്ട ഒരു പ്രിപ്പറേഷനൊക്കെ നടത്തി ആ 3 അധ്യായമായിട്ട് കൊണ്ടു. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ നോവലിൻ്റെ പകുതിയിലേറെ അല്ലെങ്കിൽ പകുതിയോളമെങ്കിലും പഴയ കാലത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അതേപോലെ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം എഴുതുക എന്ന ഒരു പ്രോസസ്സ് കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചോദിച്ച പോലെ നമുക്ക് അതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. എഴുത്തിൽ എന്തും സംഭവിക്കാം. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നോവൽ മാറ്റിവെച്ച് ചില നിമിഷങ്ങളിൽ ഇതൊന്നും അല്ലാത്ത മറ്റൊരു സാധനം ചെയ്തെന്ന് വരാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റിവെച്ച് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇതൊന്നും അല്ലാതെ വേറെ ഉണ്ട്. അത് എപ്പോഴാണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് അറിയില്ല. അതിനാണെങ്കിൽ വേറെ പല തരത്തിലുള്ള ഘടകങ്ങളാണ്. അപ്പോൾ എഴുത്ത് ഒരു തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തും ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിലും ഇതല്ലാതെ കണ്ട ഒരു തരം നമ്മൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു മാനസികമായ ഒരു തലത്തിൽ കൂടി എഴുത്തിൽ കടന്നു പോകുന്നു. നേരത്തെ ടി.ഡി സൂചിപ്പിച്ചു, ടി.ഡി എഴുതുന്ന സമയത്ത് സാങ്കേതിക വിദ്യയോ നമ്മുടെ മനുഷ്യബന്ധങ്ങളോ ഒന്നും ഇത്തരത്തിലായിരുന്നില്ല. പക്ഷെ അന്ന് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ഇത് എഴുതി തുടങ്ങുന്നത്. പക്ഷേ ആ കാലത്ത് അനുയോജ്യമായ എല്ലാ സാങ്കേതികതയുടെ അടയാളങ്ങളും ഇട്ടിക്കോരയിലുണ്ട്. സ്വാഭാവികം ഈ കാലത്തിരുന്ന് AI കാലത്തിരുന്ന് ഇത് എഴുതുന്ന സമയത്ത് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, അതിൽ എന്തൊക്കെയാണ് അതിനൊരു
പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ടി ഡിയിൽ നിന്ന് സാധ്യമായിട്ടുള്ളത്? പുതിയ ഈ ഒരു നമ്മുടെ AI കാലത്താണല്ലോ നിൽക്കുന്നത്. തീർച്ചയായിട്ടും AI കാലത്താണ് നിൽക്കുന്നത്. നമ്മൾ ബ്ലോഗിൻ്റെയും അല്ലെങ്കിൽ അത്തരം കാലങ്ങളിൽ നിന്ന് മാറി AI കാലത്ത് എത്തുമ്പോഴാണ് ഇട്ടിക്കോരയുടെ 2ാം ഭാഗം എഴുതപ്പെടുന്നത്. അതിൽ ഒരു മനുഷ്യൻ എന്നുള്ള തരത്തിൽ ഉള്ള എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്ന് എത്ര കണ്ട് അറിവ് കൊണ്ടോ അനുഭവം കൊണ്ടോ ഭാവന കൊണ്ടോ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അത്രയും പോകാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ AI കാലത്തിന് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. പലരും ചോദിക്കും, എഴുത്തുകാരൊക്കെ എന്താ ഹോളിവുഡിലൊക്കെ കുറേ എഴുത്തുകാർ സമരം ചെയ്തെന്ന് പറയുന്നത് AI വന്നിട്ട് ഞങ്ങളുടെ സാധ്യതകളെ ഇല്ലാതെയാക്കി കളയും. ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു വെല്ലുവിളിയെയും ജീവിതത്തിൽ സാധ്യതയാക്കി മാറ്റാൻ കഴിവുള്ള അപൂർവ ജന്തു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇതാണ് ഈ ഹോമോസാപ്പിയൻ. നമ്മളൊക്കെ പെടുന്ന എന്ത് വെല്ലുവിളികൾ വന്നാലും അത് പിന്നീട് ഒരു സാധ്യതയായിട്ട് മാറും. ഇപ്പൊ ഈ കമ്പ്യൂട്ടറൊക്കെ വരുന്ന കാലത്ത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് ഇവിടെ പ്രചരണം നടത്തിയിരുന്നതാണ്. ഇപ്പൊ കമ്പ്യൂട്ടറിനെതിരെ ഞാൻ ജോലി ചെയ്തിരുന്ന റെയിൽവേ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ അകത്ത് വരുന്നതിനെതിരെ റിലേ നിരാഹാരം ഉണ്ടായിരുന്നു. ആ നിരാഹാരത്തിന് അനുകൂലമായിട്ട് ഒരുപാട് പേർ പോയി 10-15 മിനിറ്റ് പ്രസംഗിച്ചിരുന്നു. ഞാൻ പ്രസംഗിച്ച ആളാണ്. ഈ പോയി പ്രസംഗിക്കുന്ന സമയത്ത് ഇത് എന്താണ് വരാൻ പോകുന്ന സാധനം എന്നതിനെക്കുറിച്ച് നിരാഹാരം കിടക്കുന്നവനോ അനുകൂലിച്ച് പ്രസംഗിക്കുന്നവനോ അറിയില്ലായിരുന്നു. ആകെ അറിയുന്നത് ഇത് വന്നാൽ കുറെ ആളുകളുടെ ജോലി പോകും. ഇതാണ് 80കളുടെ തുടക്കത്തിലവിടെ. അന്ന് ചുമരുകളിൽ പതിച്ചിരുന്ന ഒരു പോസ്റ്റർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 ചുമരാണ് നിങ്ങളുടെ ഒരു മതിൽ, ചുമരല്ല മതിൽ. ഒരു ഭാഗത്ത് ഇതേപോലത്തെ വലിയൊരു പെട്ടി 4 പേര് കൂടി ചുമന്നുകൊണ്ട് അകത്തേക്ക് പോകുന്ന ഒരു പോസ്റ്റർ വരച്ചു വെച്ചിരുന്നു. ആ പെട്ടിയുടെ പുറത്ത് കമ്പ്യൂട്ടർ എന്ന് എഴുതിയിരുന്നു. അടുത്ത ചുമരിൽ 10 പേർ തല താഴ്ത്തി പുറത്തേക്ക് ഇറങ്ങുന്ന മറ്റൊരു പോസ്റ്റർ വരച്ചു വെച്ച് ഒരു കമ്പ്യൂട്ടർ അകത്തേക്ക് ആരോ കട്ടുണ്ട്. ഇപ്പുറത്തുള്ളതിൽ 10 ജീവനക്കാർ പുറത്തേക്ക്. അപ്പോൾ 10 ആളുടെ പണി കളയുന്ന ഒരു പെട്ടി നമുക്ക് വേണ്ട. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിന്റെ പേരെന്താ? തൊഴിൽ സാധ്യതകൾ തിന്നുന്ന ബഗൻ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും കുറെ കാലം. ഞാനതൊന്നും തെറ്റാണെന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ലഭ്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത നിലപാടായിരിക്കാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. പക്ഷെ അത് പിന്നീടൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും പുതിയ ഇത് ഇപ്പൊ നമുക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ഏകദേശം എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന കമ്പ്യൂട്ടർ എന്നുള്ള പെട്ടിയാണ് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാർക്കും ജീവിക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയായിട്ട് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ആ കാലത്ത് എതിർത്ത് പോയി. ഞാൻ ലജ്ജയോടും കുറ്റബോധത്തോടും കൂടി പറയുന്നത് ഞാൻ പോയി പ്രസംഗിച്ച ആളാണെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ AI വരുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ അതിനെ വലിയൊരു സാധ്യതയാക്കി മാറ്റുകയാണ് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റിയുടെ കാര്യം. ഇപ്പം ലോജിക്കൽ എഴുത്തുകാരൻ ലോജിക്കിനെ തള്ളിക്കളയുന്ന ആൾ. ലോജിക്ക് അനുസരിച്ചിട്ടല്ല പോകും. ഞാൻ കലണ്ടറുകൾ കത്തിച്ച് കളഞ്ഞാൽ നന്നായിരിക്കുന്നു ഒരിക്കൽ ചിന്തിച്ച ഒരാളാണ്. ഒരേ കൊല്ലവും ഒരു കൊല്ലം 341 ദിവസം, അടുത്ത് 357 ദിവസം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമാവുള്ളൂ. ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല, ഭ്രാന്തമായിട്ടുള്ള ചിന്ത. ഈ ഭ്രാന്തിലൂടെയാണ് പലപ്പോഴും എഴുത്തും ഭാവനയും ഒക്കെ സഞ്ചരിക്കുന്നത്. ആൽഫ എന്നുള്ള നോവൽ എഴുതാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു റെയിൽവേ ഗുഡ്സ് ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് ആ ഗുഡ്സ് വാനിലിരുന്ന് ചിന്തിച്ചൊരു കാര്യം, ഒരു വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് തന്നെ ഉദിച്ചുയർന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അതിന് കാരണം എന്താ വെച്ചാൽ വലിയൊരു കോസ്മിക് എക്സ്പ്ലോഷൻ വേറെ എവിടെയെങ്കിലും നടക്കുന്നു. ഭൂമിയുടെ ആ ഭ്രമണം തന്നെ മറ്റൊരു ദിശയിലേക്ക് പെട്ടെന്ന് മാറിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? കാലം റിവേഴ്സ് ഗിയറിലേക്ക് വരുമോ? ഒരു വിടർന്നു നിൽക്കുന്ന പൂ അല്പം മുട്ടായിട്ട് മാറുക. ഇങ്ങനത്തെ വിചിത്രമായ ചിന്തകളിൽ നിന്നാണ് അവസാനം തന്നെ ആൽഫ എന്ന് പറയുന്നത് നോവലിലേക്ക് എത്തും. ഇപ്പൊ എഴുത്തുകാരൻ ലോജിക്കലായിട്ടോ യുക്തിപരമായിട്ടോ അല്ല, അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഭാവനയുടെ പല സാധ്യതകളിലേക്കും. ഏറ്റവും പുതിയ കാലത്തെ ടെക്നോളജിയുടെ ഉത്സവങ്ങളിലേക്കും ഉന്മാദങ്ങളിലേക്കും പോകുമ്പോൾ നമ്മളെപ്പോലുള്ള മനുഷ്യർ അതിനപ്പുറത്തേക്കുള്ള വഴികളിലേക്ക് സ്വാഭാവികമായിട്ടും പോകും. അതാണ് സർഗാത്മകതയുടെ രഹസ്യ സാധ്യത.
നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നോവലിനെ കുറിച്ച് ചോദിക്കാനുണ്ട്. പക്ഷേ ഇതിന് നമുക്കാകെ 18 മിനിറ്റാണ് ബാക്കിയുള്ളത്. എന്തായാലും നമുക്ക് തേടി മറ്റാർക്കും കൊടുക്കാതെ ഇപ്പോഴും കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം നമുക്ക് ഇപ്പോ വെളിപ്പെടുത്താം. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഒരുപക്ഷെ പുറത്തിറങ്ങിയ നോവലുകളും കഥകളും കവിതകളും എല്ലാം എഴുത്തുകാരിൽ നിന്ന് നേരിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ലിറ്ററേച്ചർ ചരിത്രത്തിന്റെ തന്നെ ആദ്യമായിട്ടായിരിക്കാം പുറത്തിറങ്ങാൻ പോകുന്ന ഒരു നോവൽ, അതിന്റെ ഒരു ഭാഗം അതേ എഴുത്തുകാരൻ തന്നെ കേൾക്കുന്നത്. അത് നമ്മളെല്ലാം അതിൽ ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇത് ഒരു മാസികയിലും സീരിയലൈസ് ചെയ്യേണ്ട, നേരെ പുസ്തകമായിട്ട് വന്നാൽ മതി എന്ന് ആഗ്രഹിച്ചതാണ്. അപ്പം ഈ നോവലിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇതിലധികം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വിശദീകരിക്കുന്ന ഒരു അത്ര വായന സാധ്യമല്ല. പക്ഷെ ഒരു ചെറിയൊരു പോർഷൻ വായിക്കാം. പക്ഷെ ആ ഒരു പോർഷൻ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സാധ്യത തരുന്നൊരു കാര്യമായിരിക്കും. ഒരു എന്താ പറയുക, അതിൽ പറയുന്ന വളരെ കുറച്ച് കാര്യങ്ങളെ വായിക്കുന്നുള്ളൂ. അപ്പം അത് വായിക്കാം ഞാൻ ആദ്യം. ഈ നോവൽ അച്ചടിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ വരണമെന്നില്ല കേട്ടോ, അല്പം സ്വല്പം മാറ്റങ്ങളൊക്കെ വന്നുകൂടാകുകയില്ല. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. ഇൻ ലൈഫ് വി വീപ്പ് അറ്റ് ദ തോട്ട് ഓഫ് ഡെത്ത്. ഇൻ ഡെത്ത് പെർഹാപ്സ് വി വീപ്പ് അറ്റ് ദ തോട്ട് ഓഫ് ലൈഫ്. മെർലിൻ മൺറോ. ഒരു കൊട്ടേഷനാണ്. ഇട്ടിക്കോര വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, ഓരോ അധ്യായവും തുടങ്ങുന്നത് ഒരു കൊട്ടേഷനിൽ നിന്നാണ്. ഞാൻ ആ കൊട്ടേഷൻ ഒന്നും കൂടെ വായിക്കാം. ഇൻ ലൈഫ് വി വീപ്പ് അറ്റ് ദ തോട്ട് ഓഫ് ഡെത്ത്. ഇൻ ഡെത്ത് പെർഹാപ്സ് വി വീപ്പ് അറ്റ് ദ തോട്ട് ഓഫ് ലൈഫ്. മെർലിൻ മൺറോ. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. ഐഫോണിൽ നിന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള മുറിഗാമിയുടെ വാക്കുകൾ ഉയർന്നപ്പോൾ രേഖയ്ക്ക് വിശ്വസിക്കാനായില്ല. മുറിഗാമി മലയാളത്തിൽ സംസാരിക്കുകയും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കട്ട് മൈ ലൈഫ് ഇൻ ടു പീസസ് എന്ന റിംഗ് ടോണിന്റെ അകമ്പടിയോടെ മുറിഗാമി കോളിംഗ് എന്ന് സ്ക്രീനിൽ തെളിഞ്ഞപ്പോഴും അവൾ സംശയിച്ചാണ് ഫോൺ എടുത്തത്. 15 വർഷങ്ങൾക്ക് ശേഷം എന്തിനായിരിക്കും മുറിഗാമി വീണ്ടും വിളിക്കുന്നത് എന്ന ആശങ്കയായിരുന്നു രേഖയ്ക്ക്. മുറിഗാമി മലയാളത്തിൽ സംസാരിക്കുന്നത് കൂടി കേട്ടപ്പോൾ കൂട്ടുകാർ ആരോ അവളെ പറ്റിക്കാൻ വിളിക്കുന്നതാണെന്ന് രേഖയ്ക്ക് ഉറപ്പായി. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അവൾ പുഞ്ചിരിയോടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പ്രതിവചിച്ചു. ആ പാരഗ്രാഫ് ഒന്നും കൂടെ വായിക്കാം. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. ഐഫോണിൽ നിന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള മുറിഗാമിയുടെ വാക്കുകൾ ഉയർന്നപ്പോൾ രേഖയ്ക്ക് വിശ്വസിക്കാനായില്ല. മുറിഗാമി മലയാളത്തിൽ സംസാരിക്കുകയും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കട്ട് മൈ ലൈഫ് ഇൻ ടു പീസസ് എന്ന റിംഗ് ടോണിന്റെ അകമ്പടിയോടെ മുറിഗാമി കോളിംഗ് എന്ന സ്ക്രീനിൽ തെളിഞ്ഞപ്പോഴും അവൾ സംശയിച്ചാണ് ഫോൺ എടുത്തത്. 15 വർഷങ്ങൾക്ക് ശേഷം എന്തിനായിരിക്കും മുറിഗാമി വീണ്ടും വിളിക്കുന്നത് എന്ന ആശങ്കയായിരുന്നു രേഖയ്ക്ക്. മുറിഗാമി മലയാളത്തിൽ സംസാരിക്കുന്നത് കൂടി കേട്ടപ്പോൾ കൂട്ടുകാർ ആരോ അവളെ പറ്റിക്കാൻ വിളിക്കുന്നതാണെന്ന് രേഖയ്ക്ക് ഉറപ്പായി. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അവൾ പുഞ്ചിരിയോടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പ്രതിവചിച്ചു. രേഖ, സംശയിക്കണ്ട, ഞാൻ ഹഷിമോട്ടോ മുറിഗാമി തന്നെയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞാൻ നിങ്ങളുടെ ഭാഷ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കാനും വായിക്കാനും കഴിയും. എഴുതാൻ ഇതുവരെ ശ്രമിച്ചു നോക്കിയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. രേഖ,
സംശയിക്കേണ്ട, ഞാൻ ഹഷിമോട്ടോ മുറിഗാമി തന്നെയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞാൻ നിങ്ങളുടെ ഭാഷ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കാനും വായിക്കാനും കഴിയും. എഴുതാൻ ഇതുവരെ ശ്രമിച്ചു നോക്കിയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. രേഖ മുറിഗാമിയെ സൂക്ഷിച്ചു നോക്കി. അതേ പുഞ്ചിരി, അതേ ചുണ്ടുകൾ, ഒരു മാറ്റവുമില്ല. പ്രശസ്ത ടെന്നീസ് കളിക്കാരികളായ അക്കിക്കോ മുറിഗാമിയുടെ മുഖവും ഗബ്രിയേല സബാറ്റിനയുടെ ശരീരവും ചേർന്ന യുവത്വം തുളുമ്പുന്ന അതേ രൂപം. ഇവർക്കെന്താണ് ഒരു മാറ്റം സംഭവിക്കാത്തത്? 15 കൊല്ലം കൊണ്ട് താനും രശ്മിയും തിരിച്ചറിയാനാവാത്ത വിധം മാറിപ്പോയില്ലേ? രേഖ മുറിഗാമിയെ സൂക്ഷിച്ചു നോക്കി. അതേ പുഞ്ചിരി, അതേ ചുണ്ടുകൾ, ഒരു മാറ്റവുമില്ല. പ്രശസ്ത ടെന്നീസ് കളിക്കാരികളായ അക്കിക്കോ മുറിഗാമിയുടെ മുഖവും ഗബ്രിയേല സബാറ്റിനയുടെ ശരീരവും ചേർന്ന യുവത്വം തുളുമ്പുന്ന അതേ രൂപം. ഇവർക്കെന്താണ് ഒരു മാറ്റവും സംഭവിക്കാത്തത്? 15 കൊല്ലം കൊണ്ട് താനും രശ്മിയും തിരിച്ചറിയാനാവാത്ത വിധം മാറിപ്പോയില്ലേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുറിഗാമി ഇപ്പോൾ എവിടെയാണ്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? US മിച്ചിഗണിലാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരിട്ട് കാണുമ്പോൾ എല്ലാം വിശദമായി പറയാം. ഞാനും സേവ്യറും അടുത്ത മാസം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് കാണണം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുറിഗാമി ഇപ്പോൾ എവിടെയാണ്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? US മിച്ചിഗണിലാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരിട്ട് കാണുമ്പോൾ എല്ലാം വിശദമായി പറയാം. ഞാനും സേവ്യറും അടുത്ത മാസം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് കാണണം. സേവ്യർ ഇട്ടിക്കോര? രേഖ അത്ഭുതത്തോടെ ചോദിച്ചു. സേവ്യർ ഇട്ടിക്കോര? രേഖ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, സേവ്യർ ഇട്ടിക്കോര തന്നെ. കൊച്ചിൻ എയർപോർട്ടിൽ വെച്ച് വെടിയേറ്റ് മരിച്ചതായി കരുതപ്പെട്ടിരുന്ന സേവ്യർ ഇട്ടിക്കോര മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. US പട്ടാളം അവന്റെ ബോഡി നാട്ടിലെത്തിച്ചപ്പോൾ അതിൽ ജീവന്റെ ഏതാനും കണികകൾ ബാക്കിയുണ്ടായിരുന്നു. അവകാശികൾ ആരുമില്ലാത്തതിനാൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള മൂന്നാമത്തെ അവസ്ഥ, തേർഡ് സ്റ്റേറ്റ് അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗണിലെ ശാസ്ത്രജ്ഞന്മാർക്ക് അവന്റെ ബോഡി വിട്ടുകൊടുത്തു. അവരുടെ വർഷങ്ങളോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ സേവ്യറിന് ജീവൻ തിരിച്ചു കിട്ടി. ശാരീരികമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ ഇന്ന് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ബ്രെയിൻ വെടിയേറ്റ് തകർന്നുപോയ കാരണം സേവ്യറിന് ഈ ജന്മത്തിലെ ഓർമ്മകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. സേവ്യർ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം 500-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോരയെ പോലെയാണ്. അതെ, സേവ്യർ ഇട്ടിക്കോര തന്നെ. കൊച്ചിൻ എയർപോർട്ടിൽ വെച്ച് വെടിയേറ്റ് മരിച്ചതായി കരുതപ്പെട്ടിരുന്ന സേവ്യർ ഇട്ടിക്കോര മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. US പട്ടാളം അവന്റെ ബോഡി നാട്ടിലെത്തിച്ചപ്പോൾ അതിൽ ജീവന്റെ ഏതാനും കണികകൾ ബാക്കിയുണ്ടായിരുന്നു. അവകാശികൾ ആരുമില്ലാത്തതിനാൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള മൂന്നാമത്തെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗണിലെ ശാസ്ത്രജ്ഞന്മാർക്ക് അവന്റെ ബോഡി വിട്ടുകൊടുത്തു. അവരുടെ വർഷങ്ങളോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ സേവ്യറിന് ജീവൻ തിരിച്ചു കിട്ടി. ശാരീരികമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ ഇന്ന് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ബ്രെയിൻ വെടിയേറ്റ് തകർന്നുപോയ കാരണം സേവ്യറിന് ഈ ജന്മത്തിലെ ഓർമ്മകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. സേവ്യർ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം 500-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോരയെ പോലെയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുക? രേഖ ചോദിച്ചു. ആകാംക്ഷയോടെ രേഖ ചോദിച്ചു. എനിക്കറിയില്ല. അവനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർക്കും പറയാൻ കഴിയുന്നില്ല. അതെങ്ങനെയാണ് സംഭവിക്കുക? രേഖ ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്കറിയില്ല. അവനെ ചികിത്സിച്ച ഡോക്ടർമാർക്കും പറയാൻ കഴിയുന്നില്ല. ആ അധ്യായം ഇനിയും കുറേയുണ്ട്. ഞാൻ തൽക്കാലം ആ അധ്യായത്തിൽ അത്രയും ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ.
ഇതിൻ്റെ കൂടെ മറ്റൊരു അധ്യായത്തിൻ്റെ ഒരു ചെറിയൊരു തുടക്കം മാത്രം, അധ്യായം ഞാൻ വായിക്കില്ല, അദ്ദേഹത്തിൻ്റെ തലക്കെട്ടും അതിൽ കൊടുത്തേക്കുന്ന ഒരു കൊട്ടേഷനും കൂടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. അദ്ദേഹത്തിൻ്റെ പേര് വില്ലോ എന്നാണ്. WILLOW, വില്ലോ. Introducing Willow, our new state-of-the-art of quantum computing chip, with a breakthrough that can reduce errors exponentially as we scale up using more qubits, cracking a 30-year-old challenge in the field. In benchmark tests, Willow solved a standard computation in less than 5 minutes that would take a leading supercomputer over 10 raised to the power of 25 years, far beyond the age of universe. ഇത് മുമ്പാണെങ്കിൽ ട്വിറ്റ് എന്ന് പറയും, ഇപ്പം എക്സ് ചെയ്താണ്. അത് എഴുതിയ ആളുടെ പേര് സുന്ദർ പിച്ചായ്. 10:36 ഡിസംബർ 9, 2024. ഇതിൽ നിന്ന് വേറൊരു അധ്യായം തുടങ്ങിയ അധ്യായം നിങ്ങൾക്ക് ഇപ്പോൾ വായിക്കുന്നില്ല. ഇത്രയുമാണ് ഇട്ടിക്കോരയുടെ രണ്ടാം ഭാഗത്ത് നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള കാര്യം. താങ്ക് യു ടി ഡി. 500 വർഷങ്ങളുടെ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയ സേവിയറിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാത്തിരിക്കാം. അധികം വൈകാതെ തന്നെ പുസ്തകം നമ്മുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. ഇപ്പം നമുക്കൊരു 7 മിനിറ്റ് ഉണ്ട്. അതിൽ ഓഡിയൻസിനുള്ളൊരു സമയമാണ്. വളരെ പെട്ടെന്ന് തന്നെ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറയാനോ സംശയമോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ വരാവുന്നതാണ്. സാറുടെ ബുക്കുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ബുക്കുകളാണ് ആൽഫയും ഫ്രാൻസിസ് ഇറ്റിക്കോരയും. അതിൽ രണ്ടിലൊരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. എനിക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. സാർ എഴുതിയ ബുക്കുകളിൽ സാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാണ്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്? എഴുതിയ പുസ്തകത്തിൽ ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ പറയാൻ സ്വല്പം ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാരണം സ്വന്തം മക്കളിൽ ആരെയും അധികം ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. എങ്കിലും സംശയമൊന്നും വേണ്ട, ഇട്ടിക്കോര തന്നെ. ഹായ് സർ, എൻ്റെ പേര് ധനഞ്ജയൻ എന്നാണ്. ഈ അധ്യായത്തിന്റെ തുടക്കം വായിക്കുന്നതിന് മുന്നായി എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് ഇറ്റിക്കോര എന്ന പുസ്തകം ഞാൻ വായിച്ചത് 2 ആഴ്ച മുന്നേ മാത്രമാണ്. അതുകൊണ്ട് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു ഫാനും കൂടിയാണ് ഞാൻ. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു കാര്യം, ഇറ്റിക്കോര പൂർണ്ണമായും വിശ്വസിച്ചിരുന്നതാണ് കച്ചവടമാണ് ജീവിതം, കച്ചവടം മാത്രമാണ് ആത്യന്തികമെന്ന്. അത് മറ്റൊരു എക്കണോമി വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര തന്നെ കോമ്പറ്റീഷൻ കുറയുന്നോ അത്രയും അധികം വിജയം കൈവരിക്കാനാകും എന്നൊരു സ്വാർത്ഥ ചിന്തയിലൂടെയാണ് ഇറ്റിക്കോര ഈ 18-ാം കൂറ്റ് എന്ന ഒരു വളരെ ലോബിയായി പരിഗണിച്ചത്. മരണത്തിന് ശേഷവും ഇറ്റിക്കോര എന്ന കച്ചവടക്കാരന് പൂർണ്ണമായ വിജയം വേണം എന്ന സ്വാർത്ഥതയിൽ നിന്നും ഉൾക്കൊണ്ടതാണോ ഈ ഒരു സീക്രസി എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങ് പറഞ്ഞതിന് ശേഷം ആ ആത്യന്തിക വിജയം ശരീരത്തിൽ അനുഭവിക്കാനും അത് അറിയാനും വേണ്ടിയുള്ള തിരിച്ചുവരവാണോ ഇറ്റിക്കോര നടത്താൻ പോകുന്നത്? എങ്ങനെ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കച്ചവടത്തിൽ ആത്യന്തികമായ ലക്ഷ്യം ലാഭവും തന്നോടൊപ്പം മത്സരിക്കുന്ന എല്ലാവരെക്കാളും മെച്ചപ്പെട്ട നില ഉണ്ടാക്കിയെടുക്കലുമാണ്. കച്ചവടം അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പലപ്പോഴും ആളുകൾ പറയും കച്ചവട രീതി, കച്ചവടത്തിന് വേണ്ടി പുസ്തകം എഴുതുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ മഹാമോശമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ട്രെൻഡ് ഉണ്ട് പൊതുവെ. ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള സർഗാത്മകമായ ഒരു വ്യവഹാരം തന്നെയാണ് കച്ചവടം. മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ പലതരത്തിലുള്ള കച്ചവടങ്ങളും വിനിമയങ്ങളും ആണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. ഇറ്റിക്കോരയെ സംബന്ധിച്ചിടത്തോളം അതൊരു മുഖ്യ വിഷയമായി നമ്മൾ മുന്നോട്ട് വെക്കാനുള്ള കാരണം അത് ഇട്ടിക്കോര എന്ന് 18-ാം കൂറ്റുകാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഓരോ മനുഷ്യനും കൊടുക്കൽ വാങ്ങലുകളും അതിലെ ലാഭനഷ്ടങ്ങളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും തന്നെയാണ് അവന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രവാഹത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത്. അത് വ്യക്തിയാണെങ്കിലും കുടുംബവും സമൂഹവും രാജ്യവും രാഷ്ട്രവും ഏത് തരത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമസ്കാരം സാർ. സാറ് പറഞ്ഞു കഥയിൽ ലോജിക്കിന് പ്രസക്തി ഇല്ലാന്ന്. ഇറ്റിക്കോരയിലും അങ്ങനെ കുറച്ച് ലോജിക്കില്ലായ്മ ഇല്ലേ സത്യത്തില്? തീർച്ചയായും. എന്താ സംശയം? ലോജിക്കിനോടുള്ള കലഹമാണ് ഇട്ടിക്കോരയിൽ ചെയ്യുന്നത്. അത് ലോജിക്കുകൾ കൊണ്ട് തന്നെയുള്ള കലഹമാണ്. പക്ഷെ ഇപ്പൊ പറയുന്ന ഗാമ കേരളത്തിലേക്ക് വരാൻ ആഫ്രിക്ക ചുറ്റി
ഈ മുനമ്പ് ചുറ്റിയിട്ട് കെനിയ, ഇപ്പോഴത്തെ കെനിയുള്ള സ്ഥലത്ത് മിലിന്ദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് ഒരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായിട്ട് കൂട്ടി കാപ്പാട് കടപ്പുറത്ത് നിന്നിറങ്ങിയെന്ന് പറയുമ്പോൾ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ലോജിക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഒരു ഗുജറാത്തി കച്ചവടക്കാരൻ ഇവിടെ മിലിന്ദില് കച്ചവടം നടത്തുകയും അയാളെ ഇങ്ങോട്ട് വഴി കാണിക്കാനുണ്ടെങ്കിൽ ആ വഴി ഇതിനു മുമ്പേ ഇവിടെ ജീവിച്ചിരുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിൽ കുറച്ച് എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ആളുകൾ, ധീരന്മാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാവും. ചരിത്രം രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ അതിന് തെളിവുകൾ ഹാജരാക്കാനില്ല എന്നുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഇട്ടിക്കോര എന്നുള്ളൊരു വ്യക്തി ചിലപ്പോൾ ജീവിച്ചിരിക്കുകയോ ജീവിച്ചിരിക്കാതിരിക്കുകയോ ചെയ്യാം. ഇട്ടിക്കോരയ്ക്ക് പകരം മറ്റേതെങ്കിലും ഒരു പേരിൽ മറ്റൊരാൾ ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കാലത്ത് ചെയ്തിട്ടുണ്ടാവും എന്ന ഉറച്ച ബോധ്യത്തിനാണ്. പക്ഷെ തെളിവുകൾ അല്ലെങ്കിൽ ലോജിക്കിന്, പിന്നെ ലോജിക്കിന് മറ്റൊരു കലയും ലോജിക്കും തമ്മിൽ കലഹിക്കുന്ന ഒരിടം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ലോജിക്കിന്റെ ഒരു കൃത്യതയിലേക്കല്ല കല പലപ്പോഴും പോകും. ഞാൻ വളരെ കാലം ജീവിച്ചിരുന്ന പാലക്കാടേക്ക് വരും, മലമ്പുഴ ഉദ്യാനത്തിലേക്ക് വന്ന് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ എന്ന മലയാളി ഏറെ ബഹുമാനിക്കുന്ന പ്രശസ്തനായ ശില്പി ചെയ്ത യക്ഷി എന്നുള്ള പ്രതിമ അവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു വർക്ക്, മലയാളിയുടെ മൊറാലിറ്റിക്ക് എതിരെ നടത്തിയ ഏറ്റവും ശക്തമായ പ്രക്ഷോഭമാണ്. യുക്തിക്ക് ഒരു തരത്തിൽ നിരക്കുന്ന കാര്യമല്ല ചെയ്യുന്നത്. യുക്തിയെ റദ്ദാക്കിക്കൊണ്ട് ഭാവനയുടെ ഒരു സെലിബ്രേഷനാണ് അതിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ മറ്റൊരു ഇത് പറയാറുണ്ട്, യുക്തിവാദികളെ കൂട്ടി മധുര കാണാൻ പോകരുത്. അല്ല, എനിക്ക് അതിൽ ഇല്ലായ്മ തോന്നിയ ഒരു ഇടം ഏതാണെന്ന് വെച്ചാൽ കഥയത്തിന് കൊല്ലാതെ വിടുന്ന 6-ാം കൂട്ടുകാര് അതേ തൊട്ടടുത്ത നിമിഷത്തിൽ എയർപോർട്ടിൽ വെച്ചിട്ട് അവർ അമേരിക്കാരനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ കഥയത്തിന് വിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പ്രസിദ്ധനായ ഒരു കഥാകൃത്താണെന്നാണ് കഥാകൃത്ത് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിലും സീരിയസ് ആയ അല്ലെങ്കിൽ അതിലും സീരിയസ് ആയ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഗൗരവതരമായ ഒരു കൊല്ലലാണ് എയർപോർട്ടിൽ വെച്ച് നടന്നത്. ആ പേടി 6-ാം കൂട്ടുകാർക്ക് അവിടെ കാണുന്നില്ല. പിന്നെ ഈ വിഗ് വെച്ച് മാറുന്നത് 2 കഥയിലും എടുത്ത് കാണിക്കുന്നുണ്ട്. പണ്ട് നസീർ സത്യം സിനിമയിലൊക്കെ മറുക് വെച്ച് ആള് മാറുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതേപോലെ ഈ കാലഘട്ടത്തിൽ വിഗ് വെച്ച് ആള് മാറിപ്പോകുന്നെന്ന് പറയുന്നത് തികച്ചും ഇല്ലോജിക്കലാണെന്നാണ് എൻ്റെ ഒരു ആവശ്യം. കാരണം ഒരു കാര്യം പറയാം, പച്ചാമഞ്ഞ അതില് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, കാരണം നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ചർച്ചകൾ. പക്ഷെ ഇത് ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു, സാറിന്റെ പ്രതിഭയല്ല ഞാൻ വിമർശിക്കുന്നത്. എനിക്ക് തോന്നിയ ലോജിക്കില്ലായ്മയാണ്. സാറ് അത്യപൂർവമായ ഒരു പ്രതിഭ തന്നെയാണ്. നമസ്കാരം, നന്ദി. ഇപ്പൊ ഈ ഡ്രാഫ്റ്റിൽ ഒരു അധ്യായമാണ് വായിച്ചത്. ഇതിന്റെ ക്ലൈമാക്സ് ഒരു അധ്യായം കൂടി വായിച്ച് അതില് ഫസ്റ്റ് തുടങ്ങുന്നത് 15 വർഷം മുന്നേ വെടികൊണ്ട് മരിച്ച ഒരാളെ ബ്രെയിൻ പോയി 500 വർഷം മുന്നേ ഉള്ള ഒരാളെ ബ്രെയിനിലേക്കാണ് പറഞ്ഞത്. അത് കണക്ട് ചെയ്യുന്നത് പറഞ്ഞപ്പോ സുന്ദർ പിച്ച റീസെന്റ് ആയിട്ട് ട്വീറ്റ് ചെയ്ത ആ ട്വിറ്റിലാണ്. പക്ഷെ ഇത് നമ്മള് സാർ ഇത് ഓരോ ഡ്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ട്വിറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷനോ ഇവിടെ വരുമെന്ന് സാർ ഒരിക്കലും വിചാരിക്കുന്നില്ല. സാറ് ലോജിക്കലി അത് ചിന്തിക്കുന്നുമില്ല. ബട്ട് അത് അങ്ങനെ ഒരു കണക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ലോജിക്കലി കണക്ട് ചെയ്യുക? അതായത് ഇതിന്റെ ടോട്ടൽ, അതായത് ബേസിക് ഐഡിയയിൽ എങ്ങനെയാണ് ഇത് മുഴപ്പില്ലാണ്ട് കണക്ട് ചെയ്യാൻ പറ്റുക? അത് നോവൽ മൊത്തമായിട്ട് വരുമ്പോൾ വ്യക്തമാവും. നോവൽ പൂർണ്ണമായിട്ട് വരുമ്പോൾ വ്യക്തമാവും നിങ്ങൾക്ക്. അതിനെക്കുറിച്ച് ഇപ്പൊ കൂടുതൽ വിശദീകരിച്ചാൽ പിന്നീട് അത് നോവൽ വായിക്കുന്നതിൽ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. നമുക്ക് ഒരാൾക്ക് കൂടി ഇടപെടാനുള്ള സമയമേ ഉള്ളൂ. ഹലോ, സാറ് സംസാരത്തിൽ പറഞ്ഞു സാറിന്റെ സൃഷ്ടികൾ പലപ്പോഴും സാറിന്റെ അടുത്ത് വന്നതായിട്ടും കൂടുള്ളതായിട്ടും സംസാരിക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രേറ്റ് ആക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്, അവരൊരു വേഷം ചെയ്യുമ്പോൾ ആ വേഷം, ആ റോള് അവരിലേക്ക് ആവാഹിച്ചിട്ട് അങ്ങനെ അവർ അതിനെ പൂർത്തീകരണം ചെയ്യുന്നതൊക്കെ. നിഷ്കളങ്കനായ TD ഇത്രയും വയലൻസ് ചെയ്യുമ്പോൾ അല്ല, വയലൻസ് എഴുതുമ്പോൾ എപ്പോഴെങ്കിലും ക്രൂരനായ ഒരു TD ആയി മാറിയിട്ടുണ്ടോ? എന്നെ കഴിയുന്നത്ര മാറ്റി എഴുതുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ നോവലുകളിൽ നിങ്ങൾക്ക്
കാണുന്നത് ഒരു ആത്മാവിഷ്കാരത്തിന്, അല്ലെങ്കിൽ എൻ്റെ ശരികൾ മുന്നോട്ട് വെച്ച് അതിന് സമാനമായ കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിച്ച് നോവൽ എഴുതിയാൻ സ്ഥാപിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രാക്ടീസ് എന്നിലില്ല. നേരെ മറിച്ച് എൻ്റെ ചുറ്റുമുള്ള ലോകത്തിൽ ഞാൻ വിയോജിക്കുന്ന, ഞാൻ കലഹിക്കുന്ന, ഞാൻ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കിയിട്ടാണ് നോവലിനെ മാറ്റുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന വ്യക്തിയെ പൂർണ്ണമായും എഴുത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തി കാണാനാണ് അതിന് ശ്രമിക്കാറുള്ളത്. അത് തന്നെയാണ് തുടരുന്നത്. ഒരിക്കലും എനിക്ക് താങ്കൾ ചോദിച്ച പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എനിക്ക് പോകേണ്ട വന്നിട്ടില്ല. വളരെ ഒരു നിർമ്മമമായി അത് കാണാനുള്ള എന്ത് നന്മയാണെങ്കിലോ തിന്മയാണെങ്കിലോ എല്ലാം നമ്മൾ വളരെ നിസ്സംഗമായിട്ട് മാറി നിന്ന് ഒരു പോയിന്റിൽ എഴുത്തുകാരന് കാണാൻ കഴിയണം. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട് ചേർന്ന് നിൽക്കാനല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വയലൻസിനെ പൂർണ്ണമായിട്ട് തള്ളിപ്പോയെന്നുകൊണ്ട് ഉണ്ടാകുന്ന ചില വയലൻസിനെ പ്രകീർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ കഴിയാതെ പോകുന്ന കാര്യമുണ്ട്. ഞാൻ വ്യക്തിപരമായി എല്ലാ തരത്തിലുള്ള ഹിംസയും മനുഷ്യനെ അപകടത്തിലേക്ക് നയിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ഞാൻ പ്രചരിപ്പിക്കാനായിട്ട് നോവൽ എഴുതിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഹിംസ ഉണ്ടാകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനമായ പ്രശ്നങ്ങളിലേക്ക് വായനക്കാരൻ എത്തണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഡിസ്കോഴ്സ് വായനയിൽ നടക്കണം. നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ പറയേണ്ടിയിരിക്കും. അതാണ് സംഭവിക്കുന്നത്. ഏതായാലും പല മനുഷ്യരിലൂടെ ഇട്ടിക്കോരയുടെ ജീവിതം തുടരട്ടെ, നോവലുകൾക്ക് ഇനിയുമേറെ ഭാഗങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ പൂർത്തിയായി അറിയിക്കുന്നു.